പുതിയ പള്ളിക്കൂടം. പുതിയ പള്ളിക്കൂടത്തിന്റെ ഗേറ്റിനടുത്തെത്തിയപ്പോൾ ടോട്ടോച്ചാൻ ഒന്ന് നിന്നു. പഴയ സ്കൂളിന്റെ ഗേറ്റിൽ ഉയരമുള്ള തൂണുകളും കമാനവുമുണ്ട്. അതിൽ വലിയ അക്ഷരത്തിൽ സ്കൂളിന്റെ പേരും എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ വാതിലിന്റെ സ്ഥാനത്ത് കൊച്ചു കവരങ്ങളും പൊടിപ്പുകളുമുള്ള 2 കുറ്റികൾ മാത്രം. ഹൈ, വളരണ വാതില്! ടോട്ടോച്ചാൻ അത്ഭുതം കൊണ്ടു. ഇത് ടെലിഫോൺ പോസ്റ്റിന്റെ അത്രയും വളരുവോ? അവൾക്ക് കൗതുകമടക്കാനായില്ല. അവൾ ധരിച്ചതുപോലെ അത് വാതിൽ തൂണുകളായിരുന്നില്ല, ശരിക്കും മരങ്ങൾ തന്നെ ആയിരുന്നു. തല ചെരിച്ചു പിടിച്ച് കാറ്റത്ത് ഒരു വശം ഇളകിപ്പോയ ചൂണ്ടുപലകയിലെ അവ്യക്തമായ അക്ഷരങ്ങൾ അവൾ വായിച്ചെടുത്തു. ടോ മോ ഗാ ക്വെ. ടോമോ എന്നാൽ എന്താണെന്ന് അമ്മയോട് ചോദിക്കാൻ തുടങ്ങുമ്പോഴാണ് വഴിയോരത്തെ കുറ്റിക്കാടിനിടയിലൂടെ അവൾ അത് കണ്ടത്. ഹായ്! വർദ്ധിച്ച കൗതുകത്തോടെ അവൾ ചെടികൾ വകഞ്ഞു മാറ്റി. ഇലച്ചാർത്തുകൾക്കപ്പുറത്ത് അത് വ്യക്തമായി കാണാമായിരുന്നു. കൊച്ചു ടോട്ടോയ്ക്ക് അവളുടെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല. ഹായ്, അവിടെ ഒരു തീവണ്ടി ആ മൈതാനത്ത്! അത് ശരിക്കും തീവണ്ടിയാണോ അമ്മേ? അവൾ ചോദിച്ചു. അത് ക്ലാസ് മുറികളായിരുന്നു. നിരത്തിയിട്ടിരിക്കുന്ന ഉപയോഗശൂന്യമായ 6 റെയിൽവേ കോച്ചുകൾ. ടോട്ടോച്ചാൻ ഒരു സ്വപ്നം പോലെ തോന്നി. തീവണ്ടിയിലെ പള്ളിക്കൂടം. പ്രഭാതത്തിലെ ഇളം വെയിലിൽ റെയിൽ മുറികളുടെ ജനൽപ്പാളികൾ തിളക്കമാർന്നു. ഇലച്ചാർത്തുകൾക്കിടയിലൂടെ വിടർന്നു നിന്ന അവളുടെ കുഞ്ഞി കണ്ണുകൾക്ക് അതിലേറെ തിളക്കം. എനിക്ക് ഈ സ്കൂൾ ഇഷ്ടായി. കൊച്ചു ടോട്ടോയ്ക്ക് സന്തോഷം കൊണ്ട് കാലുകൾ നിലത്തുറയ്ക്കാതെയായി. തീവണ്ടി സ്കൂളിനടുത്തേക്ക് അവൾ കുതിച്ചു. അമ്മ ഒന്ന് വേഗം വന്നാട്ടെ, തീവണ്ടി ഇപ്പൊ അനങ്ങി തുടങ്ങും, അതുമുമ്പ് കേറണം, അവൾ തിരിഞ്ഞു നോക്കാതെ പറഞ്ഞു. അവൾക്കൊപ്പം എത്താൻ അമ്മയ്ക്ക് ഓടേണ്ടി വന്നു. ഭാഗ്യത്തിന് അവർ പണ്ടൊരു ബാസ്കറ്റ് ബോൾ കളിക്കാരിയായിരുന്നു. അതുകൊണ്ട് റെയിൽ മുറിയുടെ വാതിൽക്കൽ വെച്ച് തുള്ളിച്ചാടിയോടുന്ന ടോട്ടോച്ചാന്റെ കുപ്പായത്തിൽ പിടികിട്ടി. അവൾ അകത്തേക്ക് കയറാനുള്ള തിടുക്കത്തിലാണ്. ടോട്ടോ, നിൽക്കവിടെ, ഇത് തീവണ്ടി മുറിയല്ല, ക്ലാസ് ആണ്, അമ്മ വിലക്കി. അനുനയപൂർവ്വം അവർ തുടർന്നു. നീ ഇവിടെ ചേരാൻ പോണതേ ഉള്ളൂ, ഇപ്പോ അകത്ത് കയറിക്കൂടാ. പിന്നെ തീവണ്ടി സ്കൂളിൽ ഇരിക്കണമെങ്കിൽ നീ നമ്മൾ കാണാൻ പോണ ഹെഡ് മാസ്റ്ററുടെ മുമ്പിൽ നല്ല കുട്ടിയായി നിൽക്കണം, കേട്ടല്ലോ. തീവണ്ടി മുറിയിൽ കയറാനാവാത്തതിൽ അവൾക്ക് നിരാശ തോന്നി. എങ്കിലും അമ്മ പറയുന്നത് പോലെ കേൾക്കുന്നതാണ് നല്ലത് എന്നുറച്ചുകൊണ്ട് അവൾ പറഞ്ഞു, എനിക്ക് ഈ സ്കൂൾ നന്നേ ഇഷ്ടായി. അമ്മയുടെ മനസ്സിൽ മറ്റൊന്നായിരുന്നു. മാസ്റ്റർക്ക് അവളെ ഇഷ്ടപ്പെടാതെ വരുമോ? ഉടുപ്പിലെ പിടിവിട്ട് കൊച്ചു ടോട്ടോയുടെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് ഹെഡ് മാസ്റ്ററുടെ മുറിയിലേക്ക് അവർ തിടുക്കത്തിൽ നടന്നു. ആദ്യത്തെ പിരീഡ് തുടങ്ങിക്കഴിഞ്ഞിരുന്നു. തീവണ്ടി മുറികൾ ആകെ നിശബ്ദം. ഇടുങ്ങിയതെങ്കിലും ചുവരില്ലാത്ത സ്കൂൾ മുറ്റത്ത് ചുറ്റും മരങ്ങൾ, ചുവപ്പും മഞ്ഞയും നിറത്തിലുള്ള പൂക്കളുടെ നീണ്ട നിരകൾ. ഹെഡ് മാസ്റ്ററുടെ മുറി തീവണ്ടിയിലായിരുന്നില്ല. ഗേറ്റിന് മുന്നിലായി അരവട്ടത്തിലുള്ള 7 പടികൾക്ക് മുകളിൽ ഒരൊറ്റ നില കെട്ടിടം. അതിന്റെ വലത്തെ അറ്റത്ത് മാസ്റ്ററുടെ മുറി. അമ്മയുടെ പിടിയിൽ നിന്ന് കുതറി ടോട്ടോച്ചാൻ പടികളിലൂടെ ഓടിക്കയറി. 7ാമത്തെ പടിയിലെത്തിയപ്പോൾ പെട്ടെന്ന് എന്തോ ഓർത്തിട്ടെന്ന പോലെ അവൾ തിരിഞ്ഞു നിന്നു. എന്താ നിന്ന് കളഞ്ഞേ? അവൾക്കൊപ്പം എത്താൻ ബന്ധപ്പെട്ടുകൊണ്ട് അമ്മ ചോദിച്ചു. മകളുടെ മനസ്സ് മാറുകയോ മറ്റോ ചെയ്തോ? അതായിരുന്നു അമ്മയുടെ സംശയം. അമ്മ അവൾക്ക് താഴെ എത്തി. മുകളിലെ പടവിൽ നിന്ന് താഴേക്ക് ചാഞ്ഞ് ടോട്ടോച്ചാൻ അമ്മയുടെ ചെവിയിൽ മന്ത്രിച്ചു. നമ്മൾ കാണാൻ പോണതേ ശരിക്കും സ്റ്റേഷൻ മാസ്റ്ററെയാ. അമ്മയ്ക്ക് വേണ്ടുവോളം ക്ഷമയും സഹൃദയത്വവും ഉണ്ടായിരുന്നു. അവളോട് ചേർന്ന് നിന്ന് അതേ മന്ത്രിക്കുന്ന സ്വരത്തിൽ അവർ മറുപടി ചോദിച്ചു. ആണോ? അതെ എന്ന മട്ടിൽ അവൾ വീണ്ടും പറഞ്ഞു. ഹെഡ് മാസ്റ്റർ ആണെന്നല്ലേ അമ്മ പറഞ്ഞേ? ഇത്രയും ട്രെയിൻ ഉണ്ടെങ്കിലേ അത് സ്റ്റേഷൻ മാസ്റ്റർ തന്നെയാ. നീ തന്നെ മാസ്റ്ററോട് പോയി ചോദിക്ക്, അമ്മയ്ക്ക് ഉത്തരം മുട്ടി. സ്കൂളിൽ തീവണ്ടി മുറി ഉപയോഗിക്കുന്നത് ഏതായാലും വിചിത്രമായൊരു ഏർപ്പാടാണെന്ന് അവർക്കും തോന്നി. കൂടുതൽ വിശദീകരിക്കാൻ സമയവുമില്ല. എങ്കിലും അവർ പറഞ്ഞു, നിന്റെ അച്ഛൻ വയലിൻ വായിക്കുമല്ലോ, നമ്മുടെ വീട്ടില് ഒത്തിരി വയലിനുകളുമുണ്ട് എന്ന് വെച്ച് നമ്മുടെ വീട് വയലിൻ വിൽക്കണ കടയാണോ? ഹേയ്, അല്ലല്ലോ. ഞൊടിയിടയിൽ അമ്മയുടെ തൊപ്പി കയ്യിലാക്കിക്കൊണ്ട് കൊച്ചു ടോട്ടോ പറഞ്ഞു.
ടോട്ടോയ്ക്ക് പുതിയ സ്കൂളിൽ അഡ്മിഷൻ കിട്ടുമോ എന്ന് നമുക്ക് നാളെ കേൾക്കാം.